നമുക്ക് ഇപ്പോൾ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് റെനർജിക്കുണ്ട്. നമുക്കിപ്പോൾ എനിക്കൊന്ന് 100 മുകളിൽ സ്റ്റാഫ് റിക്വയർമെൻറ്റ് എനിക്ക് ഇനിയുണ്ട്. 100 മുകളിലുണ്ട്. ക്വാളിറ്റിയുള്ള ആൾക്കാർക്ക് ഒരു 20K 25K ഒക്കെ നമ്മൾ ബേസിക്കായിട്ട് നമ്മൾ സാലറി കൊടുക്കാം. പിന്നെ ഇൻസെൻറ്റീവ് മേടിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ വിൽക്കുന്ന ഏറ്റവും മേജർ ഷെയർ ഉള്ള ഒരു കമ്പനിക്ക് ഒരു സർവീസ് എഞ്ചിനീയർ ഇവിടെ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. സോളാർ പാനൽ വിൽക്കുന്ന. അപ്പോൾ ഞാൻ 2015 തുടങ്ങുമ്പോൾ നമ്മളൊരു 4 പേര് ചേർന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഞാനും ഒരു 3 എഞ്ചിനീയറിംഗ് കഴിഞ്ഞ പയ്യന്മാരുമായിരുന്നു. അപ്പോൾ ഈ സ്ട്രഗ്ലിംഗ് ഒക്കെ വന്ന സമയത്ത് അവരൊക്കെ പോയി. കംപ്ലൈൻ്റ് ആണ്, ഭയങ്കര പ്രശ്നത്തിലോട്ട് വന്ന് അവസാനം ഇതിനെല്ലാം പ്ലാന്റിനൊക്കെ ഞാൻ സർവീസ് കൊടുക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് വന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയിടത്തുനിന്ന് നമുക്ക് ഈ പ്രാവശ്യം തുടങ്ങാം. അതെ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞത് സോളാറിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തന്നത് റോയിച്ചേട്ടനായിരുന്നു. റോയിച്ചേട്ടാ വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഇത്തവണ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റെനർജിയെ കുറിച്ചിട്ടാണ് അല്ലേ? അത് റോയിച്ചേട്ടൻ്റെ ഓൺ ബ്രാൻഡ് അല്ലേ, അങ്ങനെ തന്നെ പറയാം അല്ലേ? ഒരുപാട് വർഷത്തെ കഷ്ടപ്പാടുകൾ കാര്യങ്ങളൊക്കെ അല്ലേ? അതെ അതെ. ഏകദേശം എത്ര വർഷമായിരുന്നു? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു 15 വർഷം ഈ ഫീൽഡിൽ. 15 വർഷമായി ഞാൻ സോളാർ മേഖലയിൽ. എൻ്റെ കരിയർ തുടങ്ങുന്നത് 2011 ഒരു ഓഗസ്റ്റ് മാസത്തിലാണ്. അപ്പം ഇത് നമ്മൾ തുടങ്ങുമ്പോൾ അറിയാം, തുടക്കം ആദ്യമേ ആ ഒരു 2012 കാലഘട്ടത്തിലാണ് സരിത ഇഷ്യൂ വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും ഭയങ്കര സ്ട്രഗിളിങ്ങും കാര്യങ്ങളെല്ലാം എനിക്ക് തോന്നുന്നു ഒരു 2016-17 വരെയൊക്കെ എനിക്കൊരു നല്ലൊരു ബ്രേക്ക് ത്രൂ കിട്ടിയിട്ടില്ല. ഒരു 4-5 വർഷത്തോളം നമ്മൾ നല്ല സ്ട്രഗിൾ ചെയ്തു. 2015 ഞാൻ അനർട്ടിൽ എംപാനലാവുന്നത് 2015. അതോടെയാണ് ബിസിനസ്സിൽ ചെറിയൊരു ഗ്രോത്ത് തുടങ്ങിയതേ ഉള്ളായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സരിതയിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് പ്രേക്ഷകരെ വെൽക്കം ചെയ്യണം. വെൽക്കം ടു അവർ പോഡ്കാസ്റ്റ് ചാനൽ ആർക്കിഫൈഡ് ടോക്സ്. ഗെറ്റ് ആർക്കിഫൈഡ്. എല്ലാം പറയുന്നതിന് മുമ്പ് ഞങ്ങളുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്തോ. റോഹിത് ചേട്ടാ, ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, സരിത എന്ന് പറയുന്ന ഒരു വ്യക്തി സോളാറിനെ ഇത്രയും ജനകീയമാക്കിയതിൽ സരിതയ്ക്ക് ഒരു വലിയ പങ്കുണ്ടെന്നാണ് അല്ലേ? സാധാരണക്കാരൻ സോളാർ എന്ന് പറയുമ്പോൾ ഇതൊന്നും അറിയത്തില്ല, അതൊരു സരിത എന്ന് പറയുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വന്ന ഒരു ഇൻസിഡന്റ്, അത് 2012 എത്രത്തോളം കൂടലക്കം സൃഷ്ടിച്ച ഒരു കേസ്. ചേട്ടനൊക്കെ ശരിക്കും അതിനകത്തൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ 2011 സോളാറിലോട്ട് വരുന്നത് തന്നെ ഒരു കമ്പനിയുടെ ഒരു ഡീലർഷിപ്പ് എടുത്തുകൊണ്ടാണ് വരുന്നത്. അത് പക്ഷേ ഒരു ഫേക്ക് ആയിരുന്നു കമ്പനി. അങ്ങനെ എനിക്ക് കുറേ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അവരുടെ നിന്ന് കുറേ സിസ്റ്റങ്ങൾ ചെയ്തു. ഓഫ് ഗ്രിഡ് സിസ്റ്റം ഉള്ളൂ, അന്ന് ഓൺ ഗ്രിഡ് ആയിട്ടില്ല. ബാറ്ററി ബാക്കപ്പ് ഉള്ള സിസ്റ്റമാണ്. 100 വാട്ടിന്റെ പാനൽസ് ഒക്കെയാണ് ആദ്യമേ ഉള്ളത്, 100-150 വാട്ടൊക്കെ. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു ഒരു 10-25-30 സിസ്റ്റത്തോളം അവരെ ചെയ്തു ഒരു 2 വർഷത്തിനിടയ്ക്ക്. അപ്പോൾ അവസാനം അവർ കമ്പനി പൂട്ടിപ്പോയി. അവർ സർവീസ് കൊടുക്കുന്നില്ല, കംപ്ലൈൻ്റ് ആണ്, ഭയങ്കര പ്രശ്നത്തിലോട്ട് വന്ന് അവസാനം ഇതിനെല്ലാം പ്ലാന്റിനൊക്കെ ഞാൻ സർവീസ് കൊടുക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് വന്നു. അങ്ങനെ തന്നെ ഒരു ഹ്യൂജ് ലോസിലോട്ടാണ് ഞാൻ തുടങ്ങുന്ന സമയത്ത്. ഫസ്റ്റ് ഇയറിൽ എനിക്ക് 2.5 ലക്ഷം രൂപയായിരുന്നു എൻ്റെ ടേൺ ഓവർ തുടങ്ങാൻ 2013. അപ്പോൾ ഇവർക്ക് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യുന്നത് 2013. അത് ആദ്യമേ ഡീലർഷിപ്പ് ഞാൻ എടുത്തെങ്കിലും കമ്പനി ആയിട്ടില്ല. ഈ പേരിൽ തന്നെയാണ് കമ്പനിയായിട്ട് 2013 തന്നെ റെനർജി സിസ്റ്റംസിൻ്റെ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള കമ്പനി പേരിൽ തന്നെയാണ്. 2.5 ലക്ഷം രൂപയിലാണ് നമ്മുടെ ആനുവൽ ടേൺ ഓവർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഈ വർഷം നമ്മൾ 30 crores മുകളിൽ നമ്മൾ കയറും. 30 കോടി. അടുത്ത വർഷം നമ്മൾ എന്തായാലും ഒരു 60 വരുന്ന 2028-29 കാലഘട്ടത്തിൽ ഒരു 500 crores മുകളിൽ നമ്മൾ ടേൺ ഓവർ എത്തുക എന്നുള്ളതാണ് നമ്മുടെ ഓൾ കേരള. അതാണ് നമ്മുടെ ടാർഗറ്റ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, പേഴ്സണലാണെങ്കിലും ഇതൊരു എന്താ പറയുക, ഈ ഒരു മേഖലയിലോട്ട് വരേണ്ട സാഹചര്യം, അതായത് പ്രൊഫഷൻ ആ മേഖലയായിരുന്നു. ആക്ച്വലി ഇലക്ട്രിക്കലാണ് എൻ്റെ ഫീൽഡ്. എൻ്റെ നേരത്തെ പറഞ്ഞ MEP-യിലായിരുന്നു. എനിക്ക് ലൈസൻസ് ഉണ്ട്, കോൺട്രാക്ട് ലൈസൻസ് ഉണ്ട്. ഞാൻ B ക്ലാസ് കോൺട്രാക്ട് ലൈസൻസറാണ്. ഇപ്പോഴും ഉണ്ട് ലൈസൻസ്. എൻ്റെ ഓൺ ലൈസൻസിലാണിത് ചെയ്യുന്നത്. അപ്പം ഇത് വന്നത് എനിക്ക് താല്പര്യം. ഞാൻ ഇലക്ട്രിക്കലിൻ്റെ എൻ്റെ കരിയറിൽ തന്നെ ഞാൻ ഇഷ്ടംപോലെ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 10,000 സിസ്റ്റം അല്ല, മീൻസ് വീടുകൾ, അത് ഗ്രൂപ്പ് ഹൗസിങ്ങും കോളനികളും ഫ്ലാറ്റുകളും ഇഷ്ടംപോലെ ചെയ്തു. അവസാനം മടുത്തു. എന്ത് ഇലക്ട്രിക്കൽ പ്ലംബിങ് വർക്ക് തന്നെ ആൾക്കാരുണ്ട്, 10-60 വർക്കേഴ്സ് ഉണ്ടായിരുന്നു. അതാണ് ഒരു ഇതുമില്ല, ഇത് തന്നെ ചെയ്യുന്നു. പിന്നെ നമുക്ക് സ്വന്തമായിട്ടൊരു അതിലൊന്നും ചെയ്യാനില്ല. നമ്മളുടെ ഒരു കാലിബറോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ചെയ്യുക എന്നുള്ളത്. പിന്നെ അപ്പോഴാണ് എനിക്ക് പത്രത്തിലൊരു അഡ്വർടൈസ്മെൻറ്റ് ഡീലർമാർ ആവശ്യമുണ്ടെന്നുള്ള രീതിയിൽ TV-യിൽ ആഡ് കാണാണ്. ഫസ്റ്റ് ഗ്രിഡ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞൊരു കമ്പനി, ഫസ്റ്റ് ഗ്രിഡ് കോർപ്പറേഷൻ. അങ്ങനെയാണ് അവരെ ബന്ധപ്പെടുകയും അവർക്ക് ഞാൻ ആദ്യമേ ഒരു 5 ലക്ഷം രൂപയും പിന്നെ ഒരു 2.5 ലക്ഷം രൂപ അവരുടെ വർക്കിൻ്റെ ഇൻസെൻറ്റീവ് എനിക്ക് കിട്ടിയില്ല ചെയ്തതിൻ്റെ. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ 10-30 സിസ്റ്റം ചെയ്തതിൻ്റെ പൈസയും കിട്ടിയില്ല.
അങ്ങനെ 7.5 ലക്ഷം രൂപയോളം അവർക്ക് കൊടുത്ത് ആ പൈസ കൊണ്ട് ആൾ പോയി ഓക്കെ. മുങ്ങി. അപ്പോൾ അതാണ് എൻ്റെ ഒരു തുടക്കം, ബ്രേക്ക് ത്രൂ. പിന്നെ ആദ്യം കിട്ടിയ ഇതിൽ വീണ് പോയില്ലേ, ആദ്യം കിട്ടിയ നല്ലൊരു അടി. അതെ അതെ, അല്ല തുടക്കം അങ്ങനെ തന്നെയാണ് ഒരു ബിസിനസ്സിന് ആവശ്യമല്ലേ. അതെ, വീഴ്ചയിൽ നിന്ന് നമ്മൾ പഠിക്കും. ഒന്ന് സ്ലിപ്പ് ആകുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്, എപ്പോഴും കെയർഫുൾ ആവുന്ന അങ്ങനെയാണല്ലോ. പിന്നെ ഞാൻ ഇതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നുപോയി. മീൻസ് നമുക്ക് സാധനം ഇത് ചെയ്തു കൊടുത്തിട്ട് പിന്നെ ഇവർക്ക് സർവീസ് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ തുടങ്ങി ഇതിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു. അതുപോലെ ആ പത്രപരസ്യം കണ്ട് ഞാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ എനിക്ക് റിന്യൂവബിൾ എനർജിയിലോട് ഭയങ്കര ഒരു താല്പര്യം ഉള്ളിൽ നല്ലൊരു ഫീലായിരുന്നത്. അപ്പോൾ അതും കൂടെ ആണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം. സോളാറിലോട്ട് വരണം അതിൻ്റെ ഇൻഡസ്ട്രി. ഈ 2011 to 2025 ഇപ്പോൾ നമ്മൾ ചെയ്യുന്നു. അപ്പം എന്തൊക്കെ മാറ്റങ്ങളാണ് ഫെയിമിൽ നമ്മുടെ ഈ റീ എനർജി സിസ്റ്റംസിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര. നമ്മളിപ്പോൾ ഞാൻ 2011 തുടങ്ങുമ്പോൾ നമ്മളൊരു 4 പേര് ചേർന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഞാനും ഒരു 3 എഞ്ചിനീയറിംഗ് കഴിഞ്ഞ പയ്യന്മാരുമായിരുന്നു. അപ്പോൾ ഈ സ്ട്രഗ്ലിംഗ് ഒക്കെ വന്ന സമയത്ത് അവരൊക്കെ പോയി. അവസാനം ഞാൻ ഒറ്റയ്ക്കായി. അത് മൊത്തത്തിൽ ഞാൻ ടേക്കപ്പ് ചെയ്തു. അതാണ്, അവരെ കുറ്റം പറയാൻ പറ്റില്ല. അവർ അവരുടെ കരിയർ കാര്യങ്ങളെല്ലാം നോക്കി അവർക്ക് പോയിട്ടുണ്ട്. അവർ നല്ല രീതിയിൽ സപ്പോർട്ടീവ് ആയിരുന്നു, നല്ല പയ്യന്മാരായിരുന്നു. ഇപ്പൊ കോൺടാക്ട്സ് ഉണ്ടോ? ഇടയ്ക്കൊക്കെ കോൺടാക്ട് ചെയ്യാറുണ്ട്. അവരൊക്കെ ഒരാൾ വിദേശത്തൊക്കെയാണ് എല്ലാവരും ഒക്കെ, നോർവേയിലൂടെയൊക്കെ. ഓക്കെ, അപ്പം ഇത് തുടങ്ങി. പിന്നെ ഞാൻ പറഞ്ഞ 2013 കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തു. ഈ സരിത ഇഷ്യൂ തന്നെ നല്ലൊരു ക്ഷീണം ഉണ്ടാക്കി. ശരിക്കും ചേട്ടാ, ഒരുപാട് പേർക്ക് അറിയാം. എന്നിരുന്നാലും എന്തായിരുന്നു അത് ഗവൺമെന്റിലേക്ക് വെച്ച ഒരു പ്രൊപ്പോസൽ എന്ന് പറയുന്നത്? അത് പക്ഷേ എനിക്ക് തോന്നുന്നു അതൊരു ഭയങ്കര ഇഷ്യൂ. അവരിപ്പം സർക്കാരിന് നഷ്ടം വരുത്തുന്ന ഒരു ഇഷ്യൂ ഒന്നും സരിത ഇഷ്യൂവിൽ വന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതെനിക്ക് തോന്നുന്നൊരു രാഷ്ട്രീയ ഇതായിരിക്കാം. അതായിരിക്കും എൻ്റെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പായിരുന്നു. പൊളിറ്റിക്കൽ വെഞ്ചൻസ് എന്നൊക്കെ പറയുന്നത് തോക്കി പോയി കഴിഞ്ഞാൽ സബ്ജക്റ്റിലേക്ക് വരാം. കേട്ടാ മതി. ബാക്കി ഇപ്പോഴത്തെ രീതിയിലേക്ക് എന്താണ് മാറ്റങ്ങൾ വന്നിരിക്കുന്നത്? ഈ മാറ്റങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഞാൻ പറഞ്ഞ കണക്ക് ഓഫ് ഗ്രിഡിലാണ് നമ്മൾ തുടങ്ങുന്നത്. അന്ന് പാനൽ വെക്കുന്നു, ബാറ്ററി സ്റ്റോർ ചെയ്യുന്നു, നമ്മൾ കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഭയങ്കര ലിമിറ്റേഷൻസ് ആയിരുന്നു. ഇലക്ട്രിസിറ്റി ബില്ല് കുറയ്ക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കംപ്ലൈൻറ്റ് റേഷ്യോ ഭയങ്കര കൂടുതലാണ്. കസ്റ്റമേഴ്സിൻ്റെ തെരുവിളി എല്ലാം. ഞാൻ 2013 ഇപ്പോൾ റെനർജി ആയിട്ട് എൻ്റെ ഫസ്റ്റ് പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു ഡോക്ടറിൻ്റെ വീട്ടിലാണ്. ഒരു വലിയ പ്ലാന്റ്, ഒരു 5 കിലോവാട്ട് ബാറ്ററി ഉള്ള സിസ്റ്റം. അത് 2014 തോന്നുന്നു. 2014 ഞാനത് വലിയ പ്ലാന്റായിട്ട് ഒരു 5 കിലോവാട്ട് പ്ലാന്റ് ആദ്യമായിട്ട് ചെയ്യുന്നത് ഇവരുടെ വീട്ടിലാണ്. അപ്പോൾ അത് അവർ പേയ്മെൻറ്റും തന്നില്ല. ആ തുടക്കക്കാരായതുകൊണ്ട് തന്നെ അത് വെച്ചിട്ട് പൈസ മേടിക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ പ്ലാന്റൊക്കെ മേടിച്ച് കൊണ്ട് സെറ്റ് ചെയ്ത് അവർ സാറ്റിസ്ഫൈഡ് ആയില്ല. അവർ പൈസ തന്നില്ല. അവസാനം എനിക്കത് മൊത്തം റിമൂവ് ചെയ്തെടുത്തിട്ട് വന്നു. ആ ഒരു പ്ലാന്റ് കൊണ്ട് എൻ്റെ ആറ്റിക്കൽ ഒരു ഓഫീസ് ഞാൻ മാറ്റുന്ന രീതിയിൽ ആക്കിയപ്പം എൻ്റെ ഓഫീസിൽ കൊണ്ട് അതാണ് ഞാൻ വർക്ക് ചെയ്യിച്ചത്. 2 AC-യും അവിടുത്തെ ലൈറ്റും ഇതും എല്ലാം ഏകദേശം ആ ഒരു 5 കിലോവാട്ട് സിസ്റ്റത്തിൽ എനിക്കൊരു 10-12 യൂണിറ്റ്, ഓഫ് ഗ്രിഡിൽ അതൊക്കെ കിട്ടുള്ളൂ, ഒരു 10-12 യൂണിറ്റ് ഈസി ആയിട്ട് എനിക്ക് കിട്ടുമായിരുന്നു. ഒരു 2-3 വർഷം ഒരു ബാക്കപ്പും ഇല്ലാതെ എനിക്ക് സോളാറിൽ മാത്രം ഓടാൻ പറ്റി. അത് തന്നെ എനിക്കൊരു ഭയങ്കര ഒരു വിജയമായിരുന്നു. നമ്മളൊരു 20 ബാറ്ററിയും വെച്ചിട്ട് ഒരു 5 കിലോവാട്ട് സിസ്റ്റം വെച്ചിട്ടാണ് ഞാനത് റൺ ചെയ്തത്. ഓക്കെ, ഇപ്പോഴത്തെ നമ്മുടെ സ്റ്റാഫ് സ്ട്രെങ്ത്, നമ്മുടെ ഓഫീസുകൾ എവിടെയൊക്കെയാണ്, എന്തൊക്കെയാണ് ഫ്യൂച്ചർ പ്ലാൻസ്, ഫ്രാഞ്ചൈസി അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക്? ഇപ്പോൾ നമുക്കൊരു 50-ന് മുകളിലും ഡയറക്റ്റ് സ്റ്റാഫുണ്ട്. പിന്നെ ഇൻഡയറക്റ്റായിട്ട് ചെയ്യുന്ന ഒരു 100-ന് മുകളിൽ ആൾക്കാരുണ്ട്, ഇൻസ്റ്റലേഷനും ഇതിലും എല്ലാം നിൽക്കുന്ന. പിന്നെ നമുക്ക് ഫ്രാഞ്ചൈസികൾ ഇപ്പം ലാസ്റ്റ് നമുക്ക് ഏറ്റവും അവസാനം വാമനാപുരം നിയോജകമണ്ഡലത്തിലായിരുന്നു ഉദ്ഘാടനം. അത് 14ാമത്തെ ഫ്രാഞ്ചൈസി ആയിരുന്നു. നമ്മൾ 140 നിയോജക മണ്ഡലങ്ങളിലും ഫ്രാഞ്ചൈസി കൊണ്ടുവരിക, എന്നിട്ട് കസ്റ്റമേഴ്സിന് കൃത്യമായ സർവീസ് കൊടുക്കുക. ഫ്രാഞ്ചൈസി കൊണ്ടുവന്നിട്ട് ഈ നമ്മുടെ എനർജിയുടെ കസ്റ്റമേഴ്സിന് മാത്രമാണോ? അതല്ല, അങ്ങനെയല്ല. എനിക്ക് ഈ ഭാവിയിൽ വരാൻ പോണ ഏറ്റവും വലിയ ഇതിൻ്റെ ഒരു പ്രോബ്ലം കസ്റ്റമേഴ്സിന് കറക്റ്റായിട്ട് സർവീസ് കിട്ടില്ല. എനർജി അല്ല, മൊത്തത്തിൽ എല്ലാത്തിലും. അപ്പോൾ ഇവർക്കൊക്കെ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ളൊരു സപ്പോർട്ട് കൊടുക്കുക, സർവീസ് ചെയ്യുക. അതൊരു പെയ്ഡ് സർവീസ് ആയിരിക്കും. നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ്. അതിന്റെ ബ്രാൻഡ് വെച്ചിരിക്കുന്ന ഒന്നുമില്ല, ആർക്കായാലും നമുക്ക് സർവീസ് കൊടുക്കാം. ഇപ്പം ഈ ഒരു സോളാർ പ്ലാന്റ് കംപ്ലൈൻറ്റ് ആവുന്ന ചിലപ്പോൾ ഫ്യൂസ് പോകുന്നതാവാം, കേബിൾ കത്തുന്നതാവാം, കണക്ടേഴ്സ് ഇതാവാം, അല്ലെങ്കിൽ ബ്രേക്കർ ട്രിപ്പായി കിടക്കുന്നതാവാം. ഇതൊന്നും വിളിച്ചാൽ ചിലപ്പോൾ എടുക്കണമെന്നില്ല. ഇപ്പോഴും നമ്മൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് പേർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് അതിന് ഇഷ്ടംപോലെ കോളും വരുന്നുണ്ട്, ഡെയിലി കോള് വരുന്നുണ്ട്. പ്ലാന്റ് വെച്ചിട്ട് സർവീസ് കിട്ടുന്നില്ല. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ലാസ്റ്റ് ഏകദേശം ഒരു 9 മാസം കഴിയും, 9-10 മാസം മുമ്പ്, 1 വർഷം ഓൾമോസ്റ്റ് ആവും, ഒരു 1 ഇയർ ഓൾമോസ്റ്റ് ആവും. അതിൽ നമ്മുടെ ഒരു കോട്ടും വേറൊരു കമ്പനിയുടെ കോട്ടും എടുത്ത് ഒരു പ്ലാന്റ് വെച്ചു. ആ കമ്പനി കുറച്ചാണ് കോട്ട് ചെയ്തത്. ആ കമ്പനി 25 വർഷം വാറണ്ടി കൊടുത്തു, 25 വർഷം വരെ ഫ്രീ സർവീസ് കൊടുത്തു. അവർ പ്രോമിസറി നോട്ടിൽ 200 രൂപ 100 രൂപയുടെ പത്രത്തിൽ വരെ ഒപ്പിട്ടു, കസ്റ്റമറിന് കൊടുത്തു.
അവർ സർവീസ് നോക്കിക്കോളാം. പക്ഷേ ഇന്ന് ആ കമ്പനി ഇല്ല. കസ്റ്റമർ ഒരു 2-3 മാസം മുമ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് അവരെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, കമ്പനി ഇന്നില്ല. ഇതാണ് ഇൻഡസ്ട്രിയിലൊരിത്. ഇപ്പം കൺസ്യൂമർ കോർട്ടിൽ എന്തോരം കേസുകൾ നടക്കുന്നതെന്നറിയോ? അത് നിങ്ങൾക്ക് വിവരാവകാശം വെച്ചോ നിങ്ങൾ എന്തെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ആഘാതം മനസ്സിലാവും. അപ്പോൾ അത് ഭാവിയിൽ ഇൻഡസ്ട്രിയിൽ ഫേസ് ചെയ്യാൻ പോണ ഇഷ്യൂ ആഫ്റ്റർ സെയിൽ സർവീസ് സപ്പോർട്ടാണ്. തീർച്ചയായും അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടിലോട്ട് വരികയും ചെയ്യും. അതായത് ഒരു മൾട്ടി ബ്രാൻഡ് സർവീസ് ഓറിയന്റേഷൻ കൂടെ നമ്മൾ കൊടുത്തോണ്ടിരിക്കുകയാണ്. ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ വലിയ അതുപോലെ സർവീസ് കൊടുക്കുക എന്നുള്ളത് ഇപ്പം ലോങ് ടൈം വാറണ്ടി ആയതുകൊണ്ട് തന്നെ നമ്മളൊരു 6 മാസം കൂടുമ്പോഴെങ്കിലും ഒക്കെ ഒരു ചെറിയൊരു വിസിറ്റോ സർവീസോ കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ അവർ വിളിക്കുമ്പോൾ തന്നെ നമ്മൾ അറ്റൻഡ് ചെയ്യുക, പോവുക. അപ്പം ഒരു 5 വർഷം വാറണ്ടി കൊടുക്കുമ്പോൾ മിനിമം ഒരു 10 സൈറ്റ് വിസിറ്റെങ്കിലും നമ്മൾ എക്സ്പെക്ട് ചെയ്യാം. അതിനൊരു 1000 രൂപയെങ്കിലും ഇന്നത്തെ സമയത്ത് വേണം ഒരു കോസ്റ്റ് മിനിമം. അവർ 2 വർഷം കഴിയുമ്പോൾ വീണ്ടും അതിൽ കൂടുതലാവും. അപ്പോൾ എങ്ങനെ വാറണ്ടി കൊടുക്കും? ഇപ്പം ചെറിയ മാർജിൻ, ഇപ്പം സാധാരണ ഒരു EPC നോക്കുമ്പം എനിക്ക് തോന്നുന്നു ഒരു 10,000-20,000 രൂപ അപ്പോഴേ ചെറിയൊരു മാർജിൻ കിട്ടിയ അവർ ഹാപ്പി. അവർ മര്യാദയ്ക്ക് എനിക്ക് തോന്നുന്നു GST അടയ്ക്കുന്നുണ്ടോ, ഇൻകം ടാക്സ് അടയ്ക്കുന്നുണ്ടോ, ഇതൊക്കെ തന്നെ അവർ അല്ല, ഫ്രാഞ്ചൈസിയുടെ കാര്യം പറയുമ്പോൾ ഒന്നുകൂടെ ഞാൻ ആദ്യം ചോദിച്ചോട്ടെ, ഒരാൾക്ക് എനിക്കൊരു ഫ്രാഞ്ചൈസി എടുക്കാൻ സാധിക്കുമോ? ഫ്രാഞ്ചൈസി ഒരു അസംബ്ലിയിൽ ഒരു ഫ്രാഞ്ചൈസി ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ. അപ്പോൾ അതിൽ നമുക്ക് കുറേ ക്രൈറ്റീരിയ ഉണ്ട്. ഒരുപാട് നമ്മളും അവരെ പരമാവധി സപ്പോർട്ട് ചെയ്യും. അവർ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അതുപോലെ തന്നെ റെനർജി നമുക്ക് ലീഡിൻ്റെ കാര്യത്തിലായാലും ആ അസംബ്ലിയിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ കാര്യത്തിലായാലും അതായത് തികച്ചും ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും. നമ്മുടെ ഒരു പാർട്ട്നേഴ്സ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഫ്രാഞ്ചൈസിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. പിന്നെ ഡീലർ നെറ്റ്വർക്ക് ഉണ്ട്. അത് അവർക്ക് ഇന്ന ക്രൈറ്റീരിയ ഇല്ല, അവർക്ക് ഡീലർഷിപ്പ് പോലെ വർക്ക് ചെയ്യാം. ഫ്രാഞ്ചൈസി തന്നെ ഫ്രാഞ്ചൈസിയുടെ അണ്ടറിൽ ഡീലർമാരെയും സബ് ഡീലർമാരെയും കൊണ്ടുവരാം. അവർക്ക് അതിനുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കമ്പനി കൊടുക്കുന്നുണ്ട്. ഒരു ഡെഡിക്കേറ്റഡ് സോഫ്റ്റ്വെയർ കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറാണ്. കസ്റ്റമറിന് ഒന്നും അറിയേണ്ട, ഡീലറിന് മീൻസ് ഫ്രാഞ്ചൈസിക്ക് അവർക്ക് ആ സോഫ്റ്റ്വെയർ ത്രൂ തന്നെ ഡീലർമാരെ സബ് ഡീലർമാരെ ആഡ് ചെയ്യാം, സൈറ്റ് വിസിറ്റ് പോവാം, ഇൻസ്റ്റൻറ്റ് കൊട്ടേഷൻ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഏറ്റവും അഡ്വാൻസ്ഡ് സാധനമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ റീ എനർജിയുടെ പേര് തന്നെ ആയിരിക്കും അവിടെ ബ്രാൻഡിങ് വരിക. അതെ, എനർജി എന്നുള്ള ബ്രാൻഡിങ് തന്നെയാണ്. ബ്രാൻഡിങ് എല്ലാം നമ്മൾ തന്നെ ചെയ്യും ഫ്രാഞ്ചൈസിയിൽ. എല്ലാ ബോർഡ് ബ്രാൻഡിങ് എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. ചേട്ടാ, അപ്പോൾ ഇനി ഇപ്പോൾ ഒരു 15 വർഷത്തിന് ഇപ്പുറമായി ശരിക്കും എനർജിയുടെ ഒരു ജൈത്രയാത്ര എന്ന് പറയുന്നത്. ഇനി അപ്കമിങ് പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ്? ഇപ്പം നേരത്തെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നിംസിൻ്റെ പിന്നെ ആ ഒരു വർക്കിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. ഇനി എന്താണ് താങ്കളുടെ എയിം? നമുക്കിപ്പോൾ കുറേ പ്രോജക്റ്റുകളുണ്ട്. വലിയ കൊമേഴ്ഷ്യൽ പ്രോജക്റ്റ് ഇപ്പം 100, 200, 300, 500, 700 കിലോ വാട്ട്, ഇപ്പം 1 മെഗാവാട്ടിന് അടുപ്പിച്ചുള്ള പ്രോജക്ട്സുകൾ ഇഷ്ടം പോലെയുണ്ട്. ഓക്കെ. പിന്നെ അതുകൂടാതെ ഈ ഫിനാൻഷ്യൽ ഇയറിൽ അതായത് 25 ഏപ്രിൽ 1 തൊട്ട് 26 മാർച്ച് 31 വരെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ഒരു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു 60 കോടിക്ക് ടേൺ ഓവറാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. അതിൽ നമ്മളൊരു 2000 സിസ്റ്റം PM സൂര്യഘറിൽ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ്. ഓക്കെ ഓക്കെ. അപ്പോൾ അത് ഏറ്റവും ലിമിറ്റഡ് ആണ്. ഇതിൽ കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും ചെറിയൊരു ഫിഗറാണ് ഞാൻ ഈ കോട്ട് ചെയ്തത് പറഞ്ഞത്. എന്തായാലും 60 എന്നുള്ളത് നമുക്കൊരു 75 നമുക്ക് എത്തിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ നമുക്ക് അത്രയ്ക്ക് നെറ്റ്വർക്ക് വളർന്നു വലുതാവുന്നുണ്ട്. എത്ര വലുതും എത്ര ചെറുതും എത്ര വലുതും എത്ര ചെറുതും എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ വരുന്ന വർക്ക് ചെയ്യാൻ പറ്റാത്തൊരിതേ ഉള്ളൂ, അത്രയ്ക്ക് ഓർഡേഴ്സ് ഉണ്ട്. ഇത് ഒരു കസ്റ്റമർ നമ്മളുടെ അടുത്തൊരു ഒരു കൊട്ടേഷൻ അല്ലെങ്കിൽ ഒരു ഓർഡർ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ദിവസം എന്നുണ്ടോ നമുക്ക് ചെയ്ത്? നമ്മൾ നോർമലി പറയുന്ന ഒരു 15 തൊട്ട് 21 ദിവസത്തിനുള്ളിൽ മെറ്റീരിയൽ ഡെലിവറി ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. മാക്സിമം ഒരു 30 ഡേയ്സിനുള്ളിൽ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു 30 ദിവസമാണ് നമ്മുടെ ടാർഗറ്റ് ഡേറ്റ്. പിന്നെ ചില സാഹചര്യങ്ങൾ എന്തെങ്കിലും പേപ്പർ വർക്കോ അല്ലെങ്കിൽ സൈറ്റ് കണ്ടീഷനോ ഇത് വെച്ചിട്ട് നമ്മുടെ വർക്കിൻ്റെ ഒരു കൂടുതലുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 10 ദിവസമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ, നമ്മൾ ചെയ്യുന്ന ബ്രാൻഡ് ഏതൊക്കെയാണ്, അതിൻ്റെ വാറണ്ടികൾ എങ്ങനെയാണ്, അതിൻ്റെ സർവീസ് എങ്ങനെയാണ്? ബ്രാൻഡ് നമുക്കിപ്പം ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മേജർ ഷെയർ ഉള്ളത് അദാനി തന്നെ. അല്ല, നമ്മൾ ഇപ്പം എനർജി നമ്മൾ അദാനി ചെയ്യുന്നുണ്ട്. പഹൽ, ഗൗതം, ദെൻ ഹാവൽസ്, പിന്നെ റെന്യൂ പവർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡുണ്ട്. ഇതൊക്കെ കുറച്ച് ബ്രാൻഡ്സൊക്കെ ചെയ്യുന്നുണ്ട്. ഇൻവെർട്ടർ ആയാലും സോഫാർ ചെയ്തിട്ടുണ്ട്, ഗ്രോവാട്ട്, ഫോക്സസ്, അങ്ങനെ കുറച്ച് നല്ല ബ്രാൻഡ്സുകൾ ഇൻഡസ്ട്രിയിൽ കുറേ നാളുള്ള കമ്പനികൾ തന്നെയാണ് നല്ല രീതിയിൽ ചെയ്യുന്നത്. പിന്നെ വാറണ്ടി നോർമലി ഇൻവെർട്ടേഴ്സിന് 8 തൊട്ട് 10 വർഷം വരെ വാറണ്ടി ഉണ്ട്. കമ്പനി സൈഡിൽ നിന്നുള്ള സർവീസ് ഇനിഷ്യലി 5 വർഷമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. മോഡ്യൂൾസിന് 10 വർഷം വരെ പ്രോഡക്റ്റ് വാറണ്ടിയും ചിലതിന് 12-15 വർഷം വരെ പ്രോഡക്റ്റ് വാറണ്ടി കൊടുക്കുന്നുണ്ട്. 30 years വരെ 25 തൊട്ട് 30 വർഷം വരെ പെർഫോമൻസ് വാറണ്ടിയും സോളാർ പാനൽസിന്. സോളാർ പാനൽസ് കറക്റ്റ് പറഞ്ഞാൽ വാറണ്ടി 15 വർഷമല്ലേ? പിന്നെ വരുന്നത് 15 വർഷം. പിന്നെ പെർഫോമൻസ് വാറണ്ടിയാണ്. എക്സ്റ്റൻഡഡ് വാറണ്ടി വരുന്നത്
നമ്മളിപ്പോൾ 5 വർഷം ടോട്ടൽ സിസ്റ്റം വാറണ്ടി എടുത്താൽ ഒരു 10 വർഷം വരെ എക്സ്റ്റൻഡ് വാറണ്ടി നമ്മൾ കൊടുക്കും. എടുക്കാം. അപ്പോൾ എനർജി എന്നൊരു സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 5 to 10 years ആവറേജ് വാറണ്ടി നമുക്ക് എടുക്കാൻ പറ്റും. ഇത് കഴിഞ്ഞ് AMC വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് എടുക്കാവുന്ന. അതുപോലെ ഒരു സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്തു, അതിന് നമ്മൾ ഫ്രീ സർവീസ് ഉണ്ടോ അതോ തുടക്കത്തിൽ ഫ്രീ സർവീസ് ആദ്യത്തെ 5 വർഷം നമ്മളൊരു ഫ്രീ സർവീസ് കൊടുക്കും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കമ്പനിക്കാർ ഡയറക്റ്റ് സർവീസ് കൊടുക്കുമോ എന്നുള്ളത് ഒരു ചോദ്യം ചോദിച്ചു മാനുഫാക്ചേഴ്സ്. അത് വളരെ കുറവാണ്. ഇപ്പോൾ ഇവിടെ വിൽക്കുന്ന ഏറ്റവും മേജർ ഷെയർ ഉള്ള ഒരു കമ്പനിക്ക് ഒരു സർവീസ് എഞ്ചിനീയർ ഇവിടെ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. സോളാർ പാനൽ വിൽക്കുന്ന അവർക്കൊരു സർവീസ് ടെക്നീഷ്യനോ എഞ്ചിനീയർ ഉണ്ടോ എനിക്കറിയില്ല, എൻ്റെ അറിവില്ല. ഉണ്ടെങ്കിൽ തിരുത്തണം. അത് ആസ് എ ഡീലറുടെ സൈഡിൽ നിന്നാണ് ഇതെല്ലാം ചെയ്യേണ്ടി വരുന്നത്. അപ്പം നമ്മൾ ഈ സോളാർ ചെയ്യുന്ന EPC ഇപ്പം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്, സോളാർ പാനൽ വിൽക്കുന്ന ആൾക്കാരുണ്ട്. അവരിപ്പം വിറ്റ് കഴിഞ്ഞാൽ അവരുടെ ഉത്തരവാദിത്തം തീർന്നു. അവരും ഇങ്ങനെ വാറണ്ടി കൊടുക്കും, എനിക്കറിയില്ല. അത് ശരിക്കും കുറച്ചൊരു റിസ്ക് എലമെന്റ് ഉള്ള ഒരു സാധനം. ലക്ഷങ്ങൾ മുടക്കിയും ലോങ് ടൈം വാറണ്ടിയുമാണ്. അതാണ് എൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം. 1000 10,000 2000 ഒന്നും അല്ല. ഒരു ബൾബ് മേടിച്ച പ്രശ്നം വന്നാൽ നമ്മൾ അതിന് പറയില്ല, കണക്ക് പറയത്തില്ല. കാര്യം എത്ര രൂപ ചോദിക്കും അത് ചോദിക്കില്ല. പക്ഷേ സമയം ഇതല്ല, ലക്ഷങ്ങൾ മുടക്കണം, ലോങ് ടൈം വാറണ്ടിയാണ്. യെസ്. നമ്മൾ ഇവിടെ വരുന്ന ഗസ്റ്റുകളുടെ അടുക്കൽ പലപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്, നമ്മളെ വീക്ഷിക്കുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന കുറച്ചധികം യൂത്ത് ഉണ്ടാവും. ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം പല ആൾക്കാരും പുറം രാജ്യങ്ങളിലേക്ക്, നമ്മുടെ നാട്ടിൽ ബിസിനസ്സിന് പറ്റില്ല അങ്ങനെയൊക്കെയുള്ള തോട്ടുള്ള പല ആൾക്കാരും ഉണ്ടാവും. മാതാപിതാക്കൾ തന്നെ പുറത്തേക്ക് പോകുമെന്ന് പറയുന്ന ഒരു സാധനം. അങ്ങനെയുള്ള ആ യൂത്തിൻ്റെ അടുക്കൽ ചേട്ടനൊരു എക്സ്പീരിയൻസ് എന്താണ് പറയാനുള്ളത്? നമുക്ക് കേരളത്തിൽ ബിസിനസ് ചെയ്യുന്നത് ഇത്തിരി ഭയങ്കര ടഫാണ്. പക്ഷേ കേരളത്തിൽ ബിസിനസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ എവിടെ പോയാലും ബിസിനസ് ചെയ്യാന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അത് കേരളത്തിൽ ഭയങ്കര സ്ട്രഗിളിംഗ് ആണ്. ഒരു ചെറിയ കാര്യം മതി, കസ്റ്റമേഴ്സിന് സോറിയാൽ ഇട്ട അലക്കും. ഒരു ദിവസം താമസിച്ചാൽ, ഒരു മണിക്കൂർ താമസിച്ചാൽ ആർക്കും ഒരു ക്ഷമയില്ല. എല്ലാവരും നല്ല വിദ്യാഭ്യാസവും നല്ല ഡെഡിക്കേറ്റഡ് ടീമാണ് നമ്മുടെ. ഇവിടെ നമുക്ക് തീയിൽ കുരുക്കാം അല്ലേ? അല്ല, അതിനൊക്കെ ഒന്നുകൂടെ ചെന്ന് ചോദിച്ചോട്ടെ, നമ്മുടെ ഈ പറഞ്ഞ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ഒക്കെയുള്ള ആ ഒരു സപ്പോർട്ട് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ? അത് ഇപ്പൊ സബ്സിഡി കേന്ദ്ര സർക്കാരിൽ നിന്ന് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. അതിപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഈ PM സൂര്യർ പ്രധാനമന്ത്രിയുടെ സ്കീമിൽ തന്നെ ഒരു 4-5 ദിവസം കൊണ്ട് തന്നെ സബ്സിഡി കിട്ടിയ കേസുകൾ വരെയുണ്ട്. അത്രയും ഫാസ്റ്റായിട്ട് വരെ വരുന്നുണ്ട്. ചിലതൊക്കെ 1 മാസം 2 മാസം ഡിപ്പെൻഡ് ആണ്. പേപ്പർ കിട്ടാതിരിക്കില്ല, സബ്സിഡി കിട്ടാതിരിക്കില്ല. ഗവൺമെന്റ് നല്ല രീതിയിൽ സോളാറിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, ഒരുപാട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം പ്രധാനമന്ത്രിയുടെ വിഷയം തന്നെ ഞാൻ പറഞ്ഞു നേരത്തെ, 2027 PM സൂര്യ 1 കോടി വീട് വരെ ഇപ്പോൾ ഓൾറെഡി രജിസ്ട്രേഷൻ ആയിട്ടുണ്ട്. ഇനി അത് കൂട്ടിയിട്ടുണ്ട്, 2 കോടി വീട്ടിലോട്ട് ആക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറയാത്തൊരു സാധനമാണ്, നമ്മൾ വെറുതെ ചർച്ച ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ ബിൽഡിംഗ് പെർമിറ്റിനോടൊപ്പം തന്നെ കംപ്ലീറ്റേഷൻ ടൈമിൽ സോളാർ ഇനി ഫിക്സ് ആയിട്ട് വരുന്ന, അതായത് പെർമനന്റ്ലി ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷം വരും. അത് കൂടാതെ തന്നെ ഇപ്പോൾ PM സൂര്യഗർ പ്രോജക്ട്സ് കേരളത്തിൽ ഓൾ ഇന്ത്യ ലെവലിൽ സംസ്ഥാനം 3-ാം സ്ഥാനത്താണ്. കേരളം, ഈ ചെറിയ കേരളം. അപ്പോൾ അത് ഭയങ്കര ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള, അപ്പോൾ നമ്മുടെ ആൾക്കാരുടെ വിദ്യാഭ്യാസം, അവരുടെ ഒരു എഡ്യൂക്കേഷനിൽ ഇത് തന്നെയാണ്. അവർക്ക് അതിനെക്കുറിച്ചുള്ള താല്പര്യം റിന്യൂവബിൾ എനർജിയിൽ വരിക എന്നുള്ളത് തന്നെയാണ് എൻ്റെ മെയിനായിട്ടുള്ള. അഡ്വാൻസ്ഡ് ആയിട്ട് എന്ത് കാര്യം, ചെറിയ സംസ്ഥാനമാണ്, ചെറിയ സ്പേസേ ഉള്ളൂ, ഉള്ളിടത്ത് മാക്സിമം ചെയ്യാൻ ആൾക്കാർ എല്ലാത്തിലും ഉണ്ട്. തട്ടിപ്പിലാണെങ്കിലും സീരിയസ്ലി. അല്ല റോഹിത് ചേട്ടൻ, ഞാനിത് ഗുജറാത്ത്, മഹാരാഷ്ട്ര കഴിഞ്ഞാൽ കേരളമാണല്ലോ. അല്ല റോഹിത് ചേട്ടൻ ഒരു കാര്യം ഓർമ്മയുണ്ടെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ സൂര്യശക്തി എന്ന് പറഞ്ഞ പ്രോഗ്രാം ചെയ്തപ്പോൾ EV ഇലക്ട്രിക് വെഹിക്കിളിന്റെ കാര്യം വന്നപ്പോഴത്തേക്ക് ഇതുമായിട്ട് സംസാരിച്ചപ്പോൾ അതുവരെ ഇല്ലാത്ത ഒരു വലിയ ചർച്ചയായിരുന്നു അതിനിടയ്ക്ക്. EV കാറുകൾ ഏറ്റവും കൂടുതൽ 80% സെയിൽ കേരളത്തിലാണ്. EVയുടെ ഓൾ ഇന്ത്യ ലെവലിൽ ഹ്യൂജ് മാർക്കറ്റാണ്. മഹേന്ദ്രയുടെ ഒക്കെ ഭയങ്കര സെയിലല്ലേ, എല്ലാ ബ്രാൻഡുകളും നല്ല രീതിയിൽ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് കണ്ടന്റിലേക്ക് വരികയാണെങ്കിൽ, നമുക്കിപ്പോൾ ഒരു വീട്ടിലേക്ക് ഒരാൾ സോളാർ പ്ലാന്റ് സ്ഥാപിക്കാൻ ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ഒരു കൊമേഴ്സ്യൽ ബിൽഡിങ്ങിലേക്ക്. അപ്പോൾ അവർ വീട് പണിയോ അല്ലെങ്കിൽ ബിൽഡിംഗ് പണിയാനുള്ള ഒരു സ്റ്റേജിലാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് അവർ കൺസിഡർ ചെയ്യേണ്ടത്? അത് ഷാഡോ ഫ്രീ ആയിട്ടൊരു പാനൽ വെക്കാനുള്ള സ്പേസ് ഉണ്ടോ, പിന്നെ അതിലേക്കുള്ള കേബിളിങ് എർത്തിങ്ങിനുള്ള സ്പേസ്, ആദ്യമേ പൈപ്പിംഗ് ഒക്കെ ചെയ്തിടുകയും അതിൻ്റെ എർത്തിങ്ങിനുള്ള ഇതൊക്കെ കേബിളൊക്കെ വലിച്ചിട്ട് കഴിഞ്ഞാൽ, കോപ്പറുമൊക്കെ വലിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തല്ലിപ്പൊട്ടിക്കുക ഇതൊന്നും വേണ്ട, എല്ലാം കൃത്യമായിട്ട് ചെയ്യാനുള്ള. അത് ആദ്യമേ ഒരു എക്സ്പെർട്ടായിട്ടുള്ള ഒരു സോളാർ കമ്പനീനെ വിളിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് ചെയ്താൽ നല്ലതായിരിക്കും. അതിന് നമ്മളിപ്പോൾ ഒരു കസ്റ്റമർക്ക് ഇതിൻ്റെ റിക്വയർമെൻറ്റ് ഉണ്ട്, നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള സപ്പോർട്ട് കൊടുക്കും. തീർച്ചയായിട്ടും നമ്മളിതിൻ്റെ പാർട്ടായിട്ടുള്ളതാണല്ലോ. ഇപ്പോൾ ഒരു വീട് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അതിനെന്തെങ്കിലും പേയ്മെൻറ്റ് കൺസൾട്ടിങ് ഫീ ഒന്നും നമ്മളങ്ങനെ മേടിക്കാറില്ല. നമ്മളത് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കത്തുള്ളൂ. കേൾക്കുന്നവർക്ക് കൃത്യമായിട്ട് അറിയണം, അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചത്. എനിക്ക് തോന്നുന്നു നല്ലൊരു ഈ 2 എപ്പിസോഡ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതും നമുക്ക് ഇപ്പോൾ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് റെനർജിക്കുണ്ട്. നമുക്കിപ്പോൾ എനിക്കൊന്ന് 100-ന് മുകളിൽ സ്റ്റാഫ് റിക്വയർമെൻറ്റ് എനിക്ക് ഇനിയുണ്ട്. 100-ന് മുകളിലുണ്ട്. അതായത് എല്ലാ ജില്ലകളിലും അല്ല, മീൻസ് എല്ലാ അസംബ്ലിയിലും നമ്മളെ ഫ്രാഞ്ചൈസികൾ വരുന്നുണ്ട്. അവർക്ക് സ്റ്റാഫുകൾ വേണം, അവർക്ക് ഓഫീസ് സ്റ്റാഫ് വേണം.
തന്നെയാണോ recruit ചെയ്ത് കൊടുക്കുന്നത്? നമ്മൾ സപ്പോർട്ട് ചെയ്യും അവരെ. മാക്സിമം നമ്മുടെ ടീംസിന് നമ്മൾ ട്രെയിൻ ചെയ്ത് അവരെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. അതുകൂടാതെ ഫീൽഡ് സ്റ്റാഫ് ഇപ്പോൾ ഭയങ്കര അവൈലബിലിറ്റി പ്രശ്നമുണ്ട്. ഇൻസ്റ്റലേഷൻ ടീമിന് നമുക്ക് വേണം. അപ്പം എല്ലാത്തിലും നമുക്ക് കുറേ ആൾക്കാർ നമ്മൾ ഏകദേശം എനിക്ക് തോന്നുന്നൊരു 100-ന് മുകളിൽ ഇമീഡിയറ്റ് ആയിട്ട് നമുക്ക് വേക്കൻസി ചേട്ടാ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ എന്താണ്? നമുക്ക് ഇതിൽ നമ്മൾ സെയിൽസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിഫിക്കേഷൻ പ്രശ്നമല്ല. ഓക്കെ, മീൻസ് സംസാരിക്കാൻ കഴിവുള്ള ആൾക്കാരും പോയി ക്ലോസ് ട്രെയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ. പിന്നെ ടെക്നിക്കലി നമ്മൾ IT ആയാലും അല്ലെ ഡിപ്ലോമ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരെ നമ്മൾ പ്രിഫർ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് പ്രൊജക്ട്സിലേക്ക് നമ്മൾ നോക്കുന്നുണ്ട് ആൾക്കാരുടെ. അതിപ്പം എല്ലാ അസംബ്ലിയിലേക്ക് നമുക്ക് ആളിനെ നോക്കുന്നു. ചേട്ടൻ്റെ Gmail ID ഒന്ന് മേടിച്ചു കഴിഞ്ഞാൽ കാണുന്ന ഒരുപാട് ഉപകാരപ്പെടുമെങ്കിൽ അത് ഇപ്പം നല്ല ക്വാളിറ്റിയുള്ള ആൾക്കാർക്ക് ഒരു 20K 25K ഒക്കെ നമ്മൾ ബേസിക്കായിട്ട് നമ്മൾ സാലറി കൊടുക്കാം. പിന്നെ ഇൻസെൻറ്റീവ് മേടിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. മനസ്സിലായി. അപ്പോൾ ഇതിലൊന്ന് കാണിക്കണം ആദിത്യൻ അല്ലേ മേടിച്ചു കഴിഞ്ഞാൽ നല്ല ഓപ്ഷനാണ്. കാരണം അത്രയും ഒരുപാട് പേർക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വലിയ കാര്യം തന്നെയാണ്. ഒരുപാട് കുടുംബങ്ങൾക്ക് ആശ്വാസകരമാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത്രയ്ക്ക് തന്നെ വീണ്ടും. അതെ അതെ. പറയാൻ വിട്ടുപോയ കാര്യങ്ങളുണ്ടെങ്കിൽ ഇല്ല, ഒരുവിധം എനിക്കൊന്നും എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ആർക്കിഫൈ ടോക്സ് എന്താണ് എക്സ്പീരിയൻസ്? അതോടെ ചോദിക്കണം. സൂപ്പർ, നിങ്ങൾ 3 ലെജൻസ് അല്ലേ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ പറയാൻ ഇതിൽ ലെജൻസ് മീൻസ് എനിക്കറിയാം, നിങ്ങളെ 3 പേരെ പേഴ്സണലായിട്ട് അറിയാം. നല്ല രീതിയിൽ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുകയും കൺസ്ട്രക്ഷൻ മേഖലയിൽ പുള്ളി EVയുടെ സെക്ഷനായി വെഹിക്കിൾ സെക്ഷനാണ്. അപ്പം മറ്റുള്ള നിങ്ങൾ രണ്ടുപേരും സിവിൽ ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അറിയാം എന്തൊക്കെയാണ് കാര്യങ്ങൾ. കസ്റ്റമേഴ്സിൻ്റെ പൾസ് അറിയാവുന്ന ആൾക്കാരാണ്. എല്ലാ തെറിവിളിയും കേൾക്കുന്ന ആൾക്കാരുമാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതലൊന്നും പറയണ്ട. ഇത് നമ്മൾ ചെയ്യാവുന്നതിൻ്റെ പരമാവധി ആരെയും പറ്റിക്കാതെ നല്ല രീതിയിൽ നമ്മൾ ബിസിനസ് ചെയ്യുക. നമുക്ക് കിട്ടാനുള്ള എന്തായാലും തരും. അത്രയേ ഉള്ളൂ. ഒരു ബിസിനസ് മാൻ എന്നുള്ള നിലയിൽ ഫ്യൂച്ചറിലേക്ക് ഒരുപാട് ആൾക്കാർക്ക് ഈ ഒരു ഫീൽഡിലേക്ക് സോളാറിലേക്ക് വരാൻ ഉള്ള സ്പേസ് ഇപ്പോൾ അവൈലബിൾ ആണോ? കൺസിഡർ ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പുതിയ ബിസിനസ്സുകാരാണ്. അതെ. ബിസിനസ്സുകാർ നല്ല സ്പേസ് ഉണ്ട്, ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്ന ഒരു 2-3 വർഷം കൊണ്ട് ചിലപ്പോൾ ഒന്ന് ഭയങ്കരമായിട്ടും കുറയും, ഡിമ്മാവും. പിന്നെയും സസ്റ്റെയിൻ ചെയ്യണം, സർവൈവ് ചെയ്യണം. അത് അപ്പോഴും അങ്ങനെ പോകാൻ പറ്റുമെന്നുള്ളതുകൂടെ ഒരു ചിന്തിച്ചാൽ നല്ലതായിരിക്കും. മതി. അത്രേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. എന്തായാലും നമ്മുടെ ഓരോ സെഷനും ഇപ്പം നമ്മൾ ഓരോ സെഷൻ എടുക്കുമ്പോഴും നമ്മൾ എടുത്തു പറയുന്നൊരു കാര്യം ആ സെഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു മാസ്റ്ററെ കൊണ്ടുവരിക എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ സംസാരിക്കേണ്ടത് ഒരു മാസ്റ്ററുടെ അടുത്താണ്. ആരൊക്കെ എന്തൊക്കെ അഭിപ്രായം വരും. ഒരു വീട് വെക്കുന്ന ആൾ, ഒരു വീട് വെച്ച് കഴിഞ്ഞ ആൾ ആ വെച്ച വീടിനെക്കുറിച്ച് അഭിപ്രായമാണ് പറയുന്നത്. അതിനെക്കുറിച്ച് മാസ്റ്ററായിട്ടുള്ള ഒപ്പീനിയൻ പറയുന്നത് അത് ചെയ്ത ആർക്കിടെക്റ്റോ എഞ്ചിനീയറോ അല്ലെങ്കിൽ ആ കോൺട്രാക്ടറാണ്. അതുപോലെ ഇപ്പോൾ ഇവിടെ എത്തിയ റോയിച്ചാറിന് റെനർജി സിസ്റ്റത്തിന് ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു, എൻ്റെയും ആർക്കിഫൈ ടോക്സിൻ്റെയും. അല്ലേ? താങ്ക് യു സോ മച്ച്. എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് നിങ്ങൾക്ക് വളരെ നന്ദി. അപ്പോൾ വി ആർ സൈനിങ് ഓഫ്. ആർക്കിഫൈ ടോക്സ്.